നമസ്കാരം. 140 മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. പ്രതികൂല കാലാവസ്ഥയിലും സംസ്ഥാനത്ത് വിശ്വാസികൾ ബലിപെരുന്നാൾ വിപുലമായ പ്രാർത്ഥനകളോടെയും ആഘോഷങ്ങളോടെയും വരവേറ്റു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്നെത്തിയ 37-കാരനായ വ്യവസായിയെ എബോള വൈറസ് ബാധ സംശയിച്ച് അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ ഒരു സേവനവും നൽകാതെ കരിമണൽ കമ്പനിയിൽ നിന്നും 2,78,00,000 രൂപ കൈപ്പറ്റിയതായി SFIO അന്വേഷണ റിപ്പോർട്ട്. മത്സ്യബന്ധന ബോട്ടിടിച്ച് മുക്കിയതിനെ തുടർന്ന് വിഴിഞ്ഞത്ത് കസ്റ്റഡിയിലെടുത്ത സോളിസ് എന്ന വിദേശ കപ്പൽ കൊച്ചി തുറമുഖത്തേക്ക് മാറ്റാൻ അധികൃതർ തീരുമാനിച്ചു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ CPM പ്രവർത്തകർക്കെതിരെ പോലീസിനെ ആക്രമിച്ചതിനും മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യും. പ്രതികൂല കാലാവസ്ഥയിലും സംസ്ഥാനത്ത് വിശ്വാസികൾ ബലിപെരുന്നാൾ വിപുലമായ പ്രാർത്ഥനകളോടെയും ആഘോഷങ്ങളോടെയും വരവേറ്റു. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സ്മരണ പുതുക്കി സംസ്ഥാനത്തുടനീളം വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ്. പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞും പരസ്പരം സ്നേഹം പങ്കുവെച്ചും രാവിലെ തന്നെ വിശ്വാസികൾ പള്ളികളിൽ പെരുന്നാൾ നമസ്കാരത്തിനായി ഒത്തുകൂടി. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ചിലയിടങ്ങളിൽ ഇത്തവണ ഈദ്ഗാഹുകൾ ഉണ്ടായിരുന്നില്ലെങ്കിലും പള്ളികളിലെല്ലാം വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിമിന്റെയും മകൻ ഇസ്മായിലിന്റെയും ഓർമ്മ പുതുക്കുന്ന ഈ പുണ്യദിനത്തിൽ ഇല്ലാത്തവർക്കുള്ള കരുതലും മതമൈത്രിയും ഉയർത്തിപ്പിടിച്ചാണ് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം സ്നേഹാശംസകൾ കൈമാറുന്നത്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്നെത്തിയ 37-കാരനായ വ്യവസായിയെ എബോള വൈറസ് ബാധ സംശയിച്ച് അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്നെത്തിയ ഈ 37 വയസ്സുകാരനായ വ്യവസായിയായ എബോള വൈറസ് ബാധ സംശയിച്ച് അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിലെ പ്രത്യേക എബോള വാർഡിൽ പ്രവേശിപ്പിച്ചു. 10 ദിവസം മുൻപ് മുംബൈയിലെത്തിയ ഇദ്ദേഹം ബിസിനസ് ആവശ്യങ്ങൾക്കായി വഡോദരയിലേക്കും അവിടെ നിന്ന് സിൽവാസയിലേക്കും യാത്ര ചെയ്തിരുന്നു. കഴിഞ്ഞ 6 ദിവസമായി കടുത്ത പനിയും ശാരീരിക അസ്വസ്ഥതകളും പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് കോങ്കോയിൽ നിന്ന് വന്നതാണെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഐസൊലേഷനിലേക്ക് മാറ്റിയത്. മുൻകരുതലിന്റെ ഭാഗമായി ഇയാളുടെ അടുത്ത സമ്പർക്കം പുലർത്തിയ 3 പേരെ കണ്ടെത്തി. SVP ആശുപത്രികൾ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. രോഗിയുടെ സാമ്പിളുകൾ പൂനെയിലെ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ ഒരു സേവനവും നൽകാതെ കരിമണൽ കമ്പനിയിൽ നിന്നും 2,78,00,000 രൂപ കൈപ്പറ്റിയതായി SFIO അന്വേഷണ റിപ്പോർട്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ കരിമണൽ കമ്പനിയായ CMRൽ നിന്ന് ഒരു സേവനവും നൽകാതെ 2,78,00,000 രൂപ കൈപ്പറ്റിയതായി വ്യക്തമാക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. നഷ്ടത്തിലായിരുന്ന വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ പ്രധാന വരുമാന സ്രോതസ് ഈ കരിമണൽ കമ്പനിയായിരുന്നുവെന്നും എന്നാൽ CMRലിന് എന്ത് സേവനമാണ് നൽകിയതെന്ന് തെളിയിക്കുന്ന ഒരൊറ്റ രേഖ പോലും ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. IT സേവനങ്ങൾക്കായി CMRൽ യഥാർത്ഥത്തിൽ കരാറിൽ ഏർപ്പെട്ട ATN ടെക്നോളജീസിന് നൽകിയതിനേക്കാൾ 75 മടങ്ങ് അധിക തുകയാണ് എക്സാലോജിക് കൈപ്പറ്റിയത്. കൂടാതെ എക്സാലോജിക്കിലെ IT ഡെവലപ്പർമാർക്ക് പോലും തങ്ങൾ കരിമണൽ കമ്പനിക്ക് എന്തെങ്കിലും സേവനം നൽകിയതായി അറിവില്ലെന്നും SFIO കണ്ടെത്തിയിട്ടുണ്ട്. 2017 ജനുവരി മുതൽ 2020 ജൂൺ വരെയുള്ള കാലയളവിലാണ് ഈ പണമിടപാടുകൾ നടന്നത്. മത്സ്യബന്ധന ബോട്ടിടിച്ച് മുക്കിയതിനെ തുടർന്ന് വിഴിഞ്ഞത്ത് കസ്റ്റഡിയിലെടുത്ത സോളിസ് എന്ന വിദേശ കപ്പൽ കൊച്ചി തുറമുഖത്തേക്ക് മാറ്റാൻ അധികൃതർ തീരുമാനിച്ചു. കടലിൽ വെച്ച് മത്സ്യബന്ധന ബോട്ടിൽ ഇടിച്ച് അപകടമുണ്ടായതിനെ തുടർന്ന് വിഴിഞ്ഞം തീരത്ത് തടഞ്ഞു വെച്ചിരുന്ന സോളിസ് എന്ന വലിയ ചരക്കു കപ്പൽ കൊച്ചി തുറമുഖത്തേക്ക് മാറ്റാൻ അധികൃതർ തീരുമാനമെടുത്തു. ബോട്ട് തകർന്ന് 2 മത്സ്യത്തൊഴിലാളികളെ കാണാതായ അപകടത്തെ തുടർന്നാണ് കപ്പൽ കസ്റ്റഡിയിലെടുത്തത്. കപ്പൽ ആദ്യം കൊല്ലം തുറമുഖത്തേക്ക് മാറ്റാനാണ് ആലോചിച്ചിരുന്നതെങ്കിലും കാലവർഷം കനക്കുന്നതോടെ കൊല്ലത്ത് മണലടിഞ്ഞ് കപ്പൽ മണ്ണിലുറച്ചു പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് കൊച്ചിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം കൊല്ലം തുറമുഖ അധികൃതരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് അന്തിമ തീരുമാനം കൈക്കൊണ്ടത്. ഈ വിദേശ കപ്പൽ വിഴിഞ്ഞത്ത് എത്തിയതുമായി ബന്ധപ്പെട്ട് വാടക ഇനത്തിൽ മാത്രം കേരള മാരിടൈം ബോർഡിന് 30 ലക്ഷത്തോളം രൂപയുടെ വരുമാനം ലഭിച്ചതായും അധികൃതർ വ്യക്തമായിട്ടുണ്ട്.
ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ CPM പ്രവർത്തകർക്കെതിരെ പോലീസിനെ ആക്രമിച്ചതിനും മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യും. തിരുവനന്തപുരത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് പ്രതികളായ CPM പ്രവർത്തകർക്കെതിരെ പോലീസ് പുതിയ കേസ് കൂടി രജിസ്റ്റർ ചെയ്യും. റെയ്ഡിനെത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിനു പുറമെ സ്ഥലത്തുണ്ടായിരുന്ന പോലീസുകാരെ ആക്രമിച്ചതിനാണ് ഈ പുതിയ നടപടി. സംഭവത്തിൽ പരിക്കേറ്റ പോലീസുകാർ ഇതിനോടകം തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. കേസിൽ നിലവിൽ അറസ്റ്റിലായ 5 CPM പ്രവർത്തകരെ ഇന്ന് റിമാൻഡ് ചെയ്യുമെങ്കിലും മറ്റു പ്രതികളെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതേസമയം തലസ്ഥാന നഗരിയിൽ ഇത്തരമൊരു അനിഷ്ട സംഭവം ഉണ്ടായതിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇ.ഡി. ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ഈ ആക്രമണം രാഷ്ട്രീയമായി തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് CPM നേതൃത്വം. ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകർ പലതവണ പ്രതികരണം തേടിയെങ്കിലും പിണറായി വിജയൻ മൗനം പാലിക്കുന്നതും VD സതീശന്റെ നിലപാടുകളും ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്.